വേലയുടെ വേലയാണ് അന്തിമഹാകാളൻകാവ് വേല. വെടിക്കെട്ട് അതിലേറെ പ്രശസ്തവും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല മുടക്കുകളിലൂടെ വെടിക്കെട്ട് മുടങ്ങിപ്പോകുന്ന അവസ്ഥ മുമ്പിലുണ്ടായിരുന്നു. ഈ വർഷം അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നടന്നു. അതിൻ്റെ പിന്നിൽ വലിയ കളികളുണ്ട് എന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട്. ഈവൻ അതിൻ്റെ ഒരു പ്രധാന കാരണം പെസോൻ്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. പെസോൻ്റെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വെടിക്കെട്ട് മുടങ്ങുന്നത്. ഈ ഇലക്ഷൻ കാലത്ത് പോലും അവിടെ BJP-ക്കാർ മുതലെടുക്കാനുള്ള സകലമിന സാധ്യതകളും ഒപ്പിച്ചിരുന്നു. പക്ഷേ മുതലെടുപ്പ് നടന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ വരുന്ന വാർത്തകളൊന്ന് കേൾക്കാം. അന്തിമഹാകാളൻകാവ് വേലയ്ക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ BJP മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ. BJP പുലാക്കോട് മണ്ഡലം പ്രസിഡന്റ് V ഗിരീഷാണ് അറസ്റ്റിലായത്. പങ്ങാരപ്പള്ളി ദേശക്കാരൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ മറ്റൊരു പേരിലാണ് ഗിരീഷ് വേലയ്ക്കും വെടിക്കെട്ടിനുമെതിരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് അങ്ങല്ലൂർ ചേരുന്നുണ്ട്. ശരത്ത്, എന്താണ് ഇയാൾ പ്രകോപനപരമായ സന്ദേശം അയച്ചത്? സ്വാഭാവികമായും മതവിദ്വേഷം പരത്തുന്ന തരത്തിൽ ഉള്ള സന്ദേശമായിരുന്നോ? എന്തായിരുന്നു ഈ സന്ദേശം? ഇതൊരു സ്ഥിരം പരിപാടിയാണ്. മുതലെടുപ്പിനുള്ള സാധ്യത തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഇവിടെ പെസോൻ്റെ നിയമം കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വെടിക്കെട്ടുകൾക്ക് നിയന്ത്രണം വന്നത്. ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട മന്ത്രി ഉള്ളപ്പോഴും ഒക്ടോബർ 14 2024 ഒക്ടോബർ 14 വന്ന ഗസറ്റ് വിജ്ഞാപന പ്രകാരം വെടിക്കെട്ട് നടത്താനുള്ള സകലമാന സാധ്യതകളും ബുദ്ധിമുട്ടിലായി നിൽക്കുകയാണ്. പക്ഷേ കേരളം അതിന് എതിരെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ തന്നെ അത് അനുവദിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ മുതലെടുപ്പ് നടക്കുമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വെടിക്കെട്ട് മുടങ്ങുന്ന ഒരു അവസരം കിട്ടിയാൽ അതിലൊരു മുതലെടുപ്പിൻ്റെ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാലോ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മളവിടെ പോയിട്ട് അവിടുത്തെ വസ്തുതകൾ നമ്മൾ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ ഒന്ന് കാണാം. അന്തിമഹാകാളൻകാവ്, ശ്രീ അന്തിമഹാകാളൻകാവ്. അന്തിമഹാകാളൻ എന്ന് പറഞ്ഞാൽ ശിവപ്രതിഷ്ഠയാണ്. നമ്മളുടെ അവിടെ അധികമില്ല. ഞാൻ സുകുമാരൻ ചേട്ടാ, എങ്ങനെയാണ് അന്തിമഹാകാളൻ, ആ പ്രതിഷ്ഠാ സങ്കല്പം എന്താണ്? അന്തിമഹാകാളിലെ എന്ന് പറഞ്ഞാൽ ശ്രീ പരമശിവന്റെ കിരാത രൂപത്തിലുള്ള പ്രതിഷ്ഠ, ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രം ശരിക്കും ഭഗവതി ക്ഷേത്രമാണ്. ശരിക്കും കിരാതമൂർത്തിയായിട്ടുള്ള പരമശിവന്റെ പ്രതിഷ്ഠ ഇവിടെ ഉഗ്രസ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിന്റെ പരമശിവനെ ഇവിടെ ഈ കിരാതമൂർത്തി ഇവിടെ വന്ന കാവാണല്ലോ അല്ലേ? കാവാണ്, ഭഗവതിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മീനമാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് ഇവിടുത്തെ ഉത്സവം. ഏത് കൊല്ലത്തിലും മീനമാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച. ആദ്യത്തെ ആഴ്ചയിൽ കൂറ ഇട്ടിട്ട് 2ാമത്തെ ശനിയാഴ്ച ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഉത്സവം നടക്കുന്ന 5 ദേശക്കാരാണ് ഇവിടെ. 5 ദേശക്കാരെന്ന് പറഞ്ഞാൽ പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനെല്ലൂര്, കുറുമല, തോന്നൂർക്കര, ഇങ്ങനെയാണ് 5 ദേശം ഇവിടെ. 5 ദേശം കൂടി ഇവിടെ ഒരു കോർഡിനേഷനോട് കൂടെ സൗഹൃദമായിട്ടുള്ള ഒരു മത്സര വെടിക്കെട്ട് തന്നെയാണ്. ഒരു മത്സരം ഉണ്ടെങ്കിലും കൂടി സൗഹൃദമായിട്ടുള്ള ഒരു കോർഡിനേഷനിലോട് കൂടിയാണ് ഇത് നടക്കുന്നത്. പക്ഷെ പെസോ നിയമം കടുപ്പിച്ചപ്പോഴാണ് വെടിക്കെട്ടുകൾ ബുദ്ധിമുട്ടായത്. മാധ്യമപ്രവർത്തകരോടാണ്. കഴിഞ്ഞ ഈ മാസം 14 പെസോന്റെ അടുത്ത ഓർഡർ വന്നു. ഇനി ഒരിക്കലും കേരളത്തിൽ വെടിക്കെട്ട് നടക്കില്ല എന്നുള്ള പോലെ, ആചാരപരമായിട്ട് പോലും നടക്കില്ല എന്നുള്ള പോലെ. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ഈ ദേവഭൂമിയിൽ വന്ന് നിന്ന് നിങ്ങൾ നുണ പറയുന്നത്. അത് പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടിയിട്ടുള്ളതാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി. വേല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ദേശത്തിനും കമ്മിറ്റി ഉണ്ട്. അവരുടെ കൂടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഒരാളെ അതിൽ തിരഞ്ഞെടുക്കും, ചെയർമാനും അങ്ങനെ സ്വാഭാവികം. അതില് ഒരാളെ രാഷ്ട്രീയപരമായിട്ട് ഇത് കുറ്റം പറയാൻ പാടില്ല. ഇതിലിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും വേണ്ടില്ല, BJP-ക്കാർ വന്നാലും വേണ്ടില്ല, കോൺഗ്രസ്സുകാർ വന്നാലും വേണ്ടില്ല. ഇവരെല്ലാവരും കൂടി നടന്നിട്ട് തന്നെയാണ് ഇതിന്റെ നിയമാവലിക്ക് പ്രവർത്തിക്കുന്നത്. നിയമാവലിക്ക് പ്രവർത്തിക്കുന്നതിന്റെ ന്യൂനതകൾ പറഞ്ഞാൽ നേരത്തെ നോക്കണം. കാരണം ഈ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. വില്ലേജ് ഓഫീസിലെ എല്ലാ സ്ഥലം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. അവര് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റ്, കളക്ടറേറ്റ്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ കയറി ഇറങ്ങി ഇതിന്റെ നിയമ തടസ്സങ്ങളെല്ലാം നമ്മൾ നീക്കണമെന്ന്. പിന്നെ ഇതിന്റെ മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്യണം. എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റിൽ എറണാകുളത്ത് അവിടെ പോയിട്ട് ടെസ്റ്റിങ് നടക്കണം. പണ്ടൊക്കെ മദ്രാസിലായിരുന്നു ഇതിൻ്റെ. ഇപ്പോൾ എറണാകുളത്ത് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിങ്ങിന് റിസൾട്ട് ഓക്കെ ആവണം. കാരണം ഇതിന്റെ കണ്ടന്റുകൾ, ഇതിൽ മരുന്നുകൾ ചേർത്തത് കണ്ടന്റ് എല്ലാ ഓരോ ദേശത്തിൻ്റെയും അതിൽ ഏതിലെങ്കിലും പാളിച്ചകൾ വന്നാൽ അവരത് സമ്മതിക്കില്ല.
അപകടത്തെ സാധ്യത കൂടുതൽ. അപകട സാധ്യത ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഉണ്ട്. കാരണം ഇതിന് മുമ്പേ 2 കൊല്ലം മുമ്പേ കുറുമല ദേശത്തിൻ്റെ ഇതിൽ ഭയങ്കര ഇവിടെ സ്ഫോടനം നടന്നു. നടന്നു വെച്ചാൽ ശക്തി കൂട്ടിയ സാധനം അവസാനമായിട്ട് പൊട്ടിച്ചു. അവർ സമ്മതിച്ചില്ല. അത് കുറുമല ദേശത്തിൻ്റെയാണ് ഇത്. ആ കുറുമല ദേശത്തിൻ്റെ ഇതിൽ മരുന്നിൻ്റെ ഇതിൽ കുറച്ച് പെർസെൻറ്റേജ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മാറ്റി. അപ്പം അത് കാരണം മറ്റുള്ള ആരും കത്തിക്കണ്ട എന്നുള്ളതിലായി. കാരണം കോർഡിനേഷനും കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ അവർ തീരുമാനിച്ചു ഇത് കത്തിക്കേണ്ടത്. ഇതിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരു MP-നെ MLA മന്ത്രി ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏഷ്യാനെറ്റിൻ്റെ മാധ്യമപ്രവർത്തകൻ, കോട്ടയത്ത് നിന്നുള്ള മാധ്യമപ്രവർത്തകൻ ശ്യാംകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഇടയിലേക്ക് ചേലക്കര വന്ന് ഇറങ്ങുന്നത് ഈ ഒരു വിവാദം കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ പോയി ചെയ്തത്, അവിടുത്തെ യഥാർത്ഥ സംഭവം. പക്ഷേ ഇത്തരം വിവാദങ്ങൾ കത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്. അത് മിക്കതും BJPക്ക് അനുകൂലമാക്കി മാറ്റാം. അത്തരം ഒരു ചിന്തയാണ് ഇങ്ങനെ ഉടക്കാനുള്ള കാരണം. നമ്മൾ ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തത് പ്രേരണകുമാരി, ഭക്തി പ്രസിദ്ധ സേധി അടക്കം ഉള്ള RSS സംഘപരിവാർ അനുകൂല സംഘടനകളെ സ്ത്രീകളാണ്. അതിനനുകൂലമായിട്ട് സംസാരിച്ച് K. സുരേന്ദ്രനടക്കം, സുരേഷ് ബയ്യാജി ജോഷി അടക്കം, O. രാജഗോപാൽ അടക്കം, RV ബാബു അടക്കമുള്ള ആളുകളാണ്. പക്ഷേ സമരം ചെയ്തതും അവർ തന്നെയാണ്. കാരണം അതാണ് മുതലെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുതലെടുപ്പ് വരുമ്പോൾ നമ്മൾ ഭാഗവതം തുടങ്ങുന്നത് എങ്ങനെയാണ്? സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ, സത്യം എന്തെങ്കിലും പുറത്തു വരും. ഇതിനൊക്കെ ഉടക്കുക എന്നുള്ളത് ആരുടെ ഉദ്ദേശമാണ് എന്നുള്ളത്, അതിൽ മുതലെടുക്കുക എന്നുള്ളത് ആരുടെ ഉദ്ദേശമാണെന്നുള്ളത് എങ്ങനെയെങ്കിലും സത്യം പുറത്തു വരും. ബിഗ് സല്യൂട്ട്.